നമസ്കാരം. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിജയിക്കാനുള്ള ശ്രമത്തെയാണ്. വീണ്ടും വീണ്ടും വിജയിക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ അത് നിർത്തുക. ഇപ്പോൾ എന്താണോ നമുക്കുള്ളത് അതിൽ ആനന്ദം കൊള്ളുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും നമ്മളോട് ആളുകൾ പറയുന്നതും നമ്മളോട് നമ്മുടെ ഗുരുക്കന്മാരായിരുന്നാലും നമ്മളെ നേർവഴിക്ക് നയിക്കുന്നവരായിരുന്നാലും എല്ലാവരും നമ്മളോട് കൂടെ പറയുന്നൊരു കാര്യമാണ്, വീണ്ടും വീണ്ടും വിജയിക്കാനുള്ള ശ്രമം നടത്തൂ എന്നുള്ളത്. ശ്രമിക്കുക, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിവരെ മാത്രമേ നമുക്ക് നല്ലതുള്ളൂ. അത് കഴിഞ്ഞാൽ അത് വളരെയധികം മനസ്സിൻ്റെ തലത്തിൽ മാനസികമായ രീതിയിൽ നമ്മളെ തളർത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായ കാര്യമാണ്. നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയല്ല വേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏതൊരു അവസ്ഥയിലാണോ, ഏതൊരു ജോലിയാണോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്താണോ നമ്മുടെ കർമ്മം, അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട പോലെ ചെയ്യുക. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നു, ഇപ്പം ഞാനൊരു ഡോക്ടറാണെങ്കിൽ എൻ്റേതായ കർമ്മങ്ങൾ ആയിരിക്കില്ല ഒരു അഡ്വക്കേറ്റിൻ്റേത്. അതിൽ നിന്നും വ്യത്യാസമാണ് ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യാപാരിയുടേത്. മീൻ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ പോലെ ആയിരിക്കില്ല അപ്പുറത്ത് ചെരുപ്പ് തുന്നുന്ന ഒരാളുടെ കർമ്മത്തിൻ്റെ വഴികൾ. എന്താണോ ചെയ്യേണ്ടത് ആ സമയത്ത് അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള ഡ്യൂട്ടി, നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്, നമ്മളത് ചെയ്യാതിരിക്കുക എന്നിട്ട് ഫലം വന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്യുക. അതിന് ഒരു ഫലം വരും. ഉദാഹരണം, നമ്മൾ ഒരു ആണിയെടുത്ത് ചുവരിൽ അടിക്കുന്നു, ഒരു ചിറ്റ കൊണ്ട് അടിക്കുന്നു, അതിനൊരു ഫലമുണ്ട്. ഇപ്പം ന്യൂട്ടൺ കണ്ടെത്തിയ സിദ്ധാന്തം, ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അത് കണ്ടെത്തിയാലും കണ്ടെത്തിയില്ലെങ്കിലും ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തു, ഭാരമുള്ള വസ്തു താഴേക്ക് വീഴും എന്നുള്ളത് ഒരു നിയമമാണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ ഒരു നിയമമുണ്ട്, അതിനെ നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് കർമ്മത്തിൻ്റെ കാര്യങ്ങളും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്കൊരു ഫലം കിട്ടും. ശ്രമിക്കുക എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അതിൻ്റെ പ്രധാനമായൊരു കാര്യം, നമുക്ക് മറ്റൊരാളെ പോലെ ആവാൻ ശ്രമിക്കുക. നമുക്കൊരിക്കലും സാധിക്കാത്ത ഒന്നാണ് മറ്റൊരാളെ പോലെ ആവാൻ. എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? മറ്റൊരാൾ എന്ന് പറയുന്നത് അതിൽ തന്നെ അത് മറ്റൊരാളാണ്, വേറൊരു വ്യക്തിയാണ്, വ്യക്തിത്വമാണ്. എവിടെയോ ഒരു ജീവൻ്റെ ഒരു സ്പന്ദനമുണ്ടാകുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട്. ഒരു കല്ലിനെ പോലെ മറ്റൊരു കല്ലില്ല, ഒരു വ്യക്തിയെ പോലെ മറ്റൊരു വ്യക്തിയുമില്ല. അപ്പോൾ നമ്മുടെ ശ്രമങ്ങൾ, നമുക്ക് വേണമെങ്കിൽ ഒരാളുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ രീതികൾ കൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാം, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാം. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ പോലെ തന്നെ ആകണം എന്നുള്ള ശാഠ്യം പിടിക്കുന്നൊരു രീതി കൊണ്ട് നമുക്ക് വലിയ പ്രയോജനങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാകുന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും ഫലങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഒരാളെ പോലെ ആവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എനിക്ക് നേട്ടത്തിന് വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ഇപ്പോൾ നമ്മുടെ മനസ്സ് ഒരു പ്രത്യേക രീതിയിലാണ്. മനസ്സിനെ എന്ത് പഠിപ്പിക്കുന്നുവോ, മനസ്സ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും. ചില ആളുകളുടെ, എല്ലാവരുടെയും മനസ്സ് വ്യത്യസ്തമാണ്. ഒരാളുടെ മനസ്സ് പോലെയല്ല മറ്റൊരാളുടെ. ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളായിരിക്കില്ല മറ്റൊരാൾക്ക്. ചിലവർക്ക് ദുഃഖമായിരിക്കും കൂടുതൽ ഇഷ്ടം, ചില ആളുകൾക്ക് സന്തോഷമായിരിക്കും കൂടുതൽ ഇഷ്ടം. ചില ആളുകളുടെ മനസ്സ് ഒരു പ്രത്യേക രീതിയിലാണ് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരാളെ ട്യൂൺ ചെയ്ത് വെക്കുകയാണ്, നിങ്ങൾ വിജയിക്കണം എന്നുള്ളൊരു ട്യൂണിങ് നടത്തി കഴിഞ്ഞാൽ അതിൽ സംഭവിക്കുന്നത്, ഇപ്പോൾ ഒരാൾക്ക് ആദ്യം ആവശ്യമായത് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ് എന്ന് നമ്മൾ കരുതുക. എനിക്കിതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഒരുപാട് ആളുകളെ എനിക്ക് പരിചയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചില ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അവർ വളരെ ബുദ്ധിമുട്ടിലാണ്, ഭക്ഷണമായിരുന്നു നമുക്ക് പ്രധാനമായിട്ട് ആവശ്യം. അങ്ങനെ വന്നു, ചെറിയ തോതിലൊക്കെ വന്നു, ഭക്ഷണം കിട്ടി, വളരെ സന്തോഷമാകുമ്പോൾ പിന്നെ അടുത്തത് വരുന്നത് വസ്ത്രങ്ങളാണ്. വസ്ത്രം ആവശ്യമില്ലെന്നല്ല ഞാൻ പറയുന്നത്, വസ്ത്രങ്ങൾ പിന്നെ നല്ല വസ്ത്രങ്ങളായി.
പിന്നെ അത് ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചത്, അപ്പോഴും സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് തോന്നിയത് ഒരു വീട് വേണം, ഒരു വീട് വെച്ചു. പിന്നെ നമുക്ക് തോന്നിയത് ആ വീട് പോരാ, അതിനേക്കാൾ വലിയ വീട് വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തൊരാഗ്രഹം വരുന്നത്, എനിക്കൊരു കാറ് വാങ്ങണം. ഒരു കാറ് വാങ്ങി. അപ്പോഴാണ് തോന്നിയത് ഈ കാറ് പോരാ, ഇതിനേക്കാൾ നല്ലൊരു കാറാണ് ആവശ്യം. അങ്ങനെ വന്നപ്പോഴാണ് കുറച്ച് പണം എനിക്ക് സമ്പാദിക്കണം എന്ന് തോന്നി. പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ബാങ്ക് ബാലൻസ് ഒക്കെ വന്നു. അപ്പോൾ നമുക്ക് അടുത്ത കുറച്ചും കൂടെ എനിക്ക് ബാങ്ക് ബാലൻസ് വേണം. പിന്നെയാണ് തോന്നുന്നത് എന്നെ 4 ആൾ അറിയണം, എനിക്ക് സമൂഹത്തിലൊരു വില വേണം, പ്രശസ്തി വേണം. ഇത് പറയുകയാണെങ്കിൽ അവസാനിക്കാത്തത്രയ്ക്കാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടരുകയാണെങ്കിൽ, നമ്മുടെ മനസ്സങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒന്നുകൊണ്ടും നമ്മൾ തൃപ്തരാവില്ല. അങ്ങനെ നമ്മൾ തൃപ്തിയില്ലാത്തൊരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരവസ്ഥയിലെത്തിയാലും അതിനപ്പുറത്ത് മറ്റൊരവസ്ഥയുണ്ട്. നമുക്ക് ഇതാണ് പരിപൂർണമായ ഒരവസ്ഥ, ഇതാണ് അവസാനം എന്ന് പറയാൻ ഒരവസ്ഥയുമില്ല. ഞാൻ ഈ ഒരു അവസ്ഥയിലെത്തിയാൽ നമുക്കത് തോന്നും. ഒരുപക്ഷെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇത് കേൾക്കുന്ന പല സഹോദരങ്ങൾക്കും തോന്നാം, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ തൃപ്തനാണെന്ന്. പക്ഷേ നമ്മൾ ഇത് വീണ്ടും വീണ്ടും വിജയിക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരാളാണെങ്കിൽ ആ ഒരു പൊസിഷനിൽ നമ്മൾ എത്തുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സ് പറയും പോരാ, അടുത്തതിലേക്ക് കടക്കുക. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും എന്ത് ഇല്ല എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും നമ്മുടെ മനസ്സെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളെങ്കിൽ ഒരിക്കലും നമുക്ക് സമാധാനമുണ്ടാകുന്നില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഇപ്പം ഞാൻ ഇതിനു മുമ്പും പല വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം ഞാൻ സംസാരിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ പരമമായ ശാന്തിയെക്കുറിച്ചാണ്, ആനന്ദത്തെക്കുറിച്ചാണ്, സമാധാനത്തെക്കുറിച്ചാണ്. ഇപ്പം നിങ്ങൾ പെട്ടെന്നത് കേൾക്കുമ്പോൾ ഒരാൾ ശ്രമിക്കണ്ട, വിജയിക്കണ്ട എന്നൊന്നുമല്ല പറയുന്നത്. എന്താണ് വിജയം? എന്താണ് നമ്മളൊരാൾ വിജയിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അയാളിൽ ആനന്ദം കണ്ടിട്ടാണ്. എല്ലാമുണ്ട്, പക്ഷെ അയാളിൽ എപ്പോഴും ദുഃഖമാണ്. എല്ലാമുണ്ട്, നേടാത്തതിനെക്കുറിച്ച്, ഇല്ലാത്തതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു ഒരാൾ. പക്ഷെ അപ്പുറത്തൊരാളോ ഉള്ളതിൽ പരിപൂർണ തൃപ്തനാണ്. പരിപൂർണ തൃപ്തൻ. ആരാണ് വിജയിച്ചിരിക്കുന്നത് അവിടെ? വിജയിച്ചിരിക്കുന്നത് ഈ ആനന്ദത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. നമുക്ക് ആവശ്യമുള്ള അത്യന്താപേക്ഷികമായ കാര്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വില കൊടുക്കുന്നില്ല. വായു, നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന സമയത്ത് ഓക്സിജനൊക്കെ കയറ്റിക്കഴിഞ്ഞാൽ, അതിന് ഒരു 5 മിനിറ്റ് കയറ്റിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന ബില്ലൊക്കെ കണ്ടാൽ നമുക്ക് എത്രയോ രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമുക്ക് അത്യന്താപേക്ഷികമായ കാര്യങ്ങൾ കിട്ടിയാലേ നമുക്ക് മനുഷ്യ ജീവൻ ഈ ഭൂമിയിൽ നിലനിൽക്കുള്ളൂ. അതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. സൂര്യനില്ലെങ്കിൽ, നമുക്ക് വെള്ളമില്ലെങ്കിൽ, പക്ഷെ ഇതെല്ലാം നമുക്ക് കിട്ടുമ്പോഴും നമ്മുടെ മനസ്സിൽ വിജയിക്കണം 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 എന്നുള്ള ഒരു അവസ്ഥ. എന്ത് കിട്ടിയാലും എനിക്ക് പോരാ, എനിക്ക് വിജയിച്ചേ മതിയാവൂ. അങ്ങനെയല്ല. നമുക്ക് ആവശ്യം എന്താണ്? നമുക്ക് ഏത് കർമ്മമാണോ ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ ഞാനിപ്പോൾ ജീവിക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതേത് കർമ്മമാണോ? എല്ലാവർക്കും ഒരേ കർമ്മമല്ലല്ലോ. എല്ലാവർക്കും ഒരേ കർമ്മമായി ശരിയാവില്ല. എല്ലാവരും വേണം. അപ്പം എനിക്ക് ഏത് കർമ്മമാണോ, ഞാൻ ഏത് കർമ്മത്തിലാണോ നിൽക്കുന്നത്, ആ കർമ്മം കൃത്യമായ രൂപത്തിൽ എന്നെക്കൊണ്ടായ രീതിയിൽ, അത് എൻ്റെ ആത്മാർത്ഥതയിൽ ഞാൻ ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്. അത് ചെയ്യുക. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ അല്ലെങ്കിൽ ആയിരിക്കുക, മറ്റൊന്നും ആയിരിക്കില്ല. നമ്മൾ എന്തെല്ലാം നമുക്ക് ലഭിച്ചാലും ശാന്തി ഉണ്ടാവില്ല. പുറമെ നിന്ന് ഒരാൾക്ക് കാണുമ്പോൾ നമ്മളിൽ പലതും ഉണ്ടെന്ന് തോന്നാം, നമുക്കെല്ലാം ഉണ്ടെന്ന് തോന്നാം. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് പരമമായ ആനന്ദം ലഭിക്കണം എന്നില്ല. ഞാൻ ഈ സംസാരിക്കുന്നത് മുഴുവൻ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്, ശാന്തിക്ക് വേണ്ടിയിട്ടാണ്, സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ, നമ്മൾ ഇപ്പോൾ മധുരം കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ലഡു കഴിക്കുന്നു, ഒരു ലഡു നമ്മൾ കഴിക്കുന്നു. ശരിയാണ്, നമുക്കൊരു ലഡു കഴിച്ചാൽ ചിലപ്പോൾ ഒരു ടേസ്റ്റ്, നമ്മളത് 2 ലഡു കഴിച്ചാൽ, 3 എണ്ണം കഴിച്ചാൽ, നമ്മൾ പായസം കഴിക്കുന്നു, വേണമെങ്കിൽ ഒരു സ്വല്പം കഴിക്കാം. നമ്മൾക്കത് പോരാ, അത് രോഗത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ എന്തും നമ്മുടെ ആവശ്യത്തിനേ ആവശ്യമുള്ളൂ.
അപ്പോൾ അടുത്ത ചോദ്യം, എനിക്ക് ആവശ്യത്തിന് പോലും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മളവിടെ ചിന്തിക്കേണ്ട കാര്യം, ഈ പ്രപഞ്ചം ഓരോ വ്യക്തികളെയും ഓരോ ജീവനെയും അതിൻ്റേതായ ഒരു രീതിയിൽ തന്നെയാണ്. ഒരു ലക്ഷ്യമില്ലാതെയല്ല നമ്മളൊന്നും വന്നിട്ടുള്ളത്. എനിക്ക് എൻ്റേതായ ഒരു ലക്ഷ്യം, എന്നെ ഒരു ഡിസൈൻ ചെയ്ത് ഇറക്കിയിട്ടുള്ളതാണ്. എൻ്റെ പോലെ മറ്റൊരാളില്ല. എന്നെപ്പറ്റി പ്രകൃതിക്കൊരു നിശ്ചയമുണ്ട്. ഭൂമി തിരിയുന്നു, അതേപോലെ തന്നെ. അപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. ഇങ്ങനെ ഒരാൾ ചിന്തിക്കുമ്പോൾ അയാളിൽ അമിതമായ ആഗ്രഹങ്ങൾ വരുന്നില്ല. ഈ വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ അതിമോഹം എന്ന് പറയുന്ന ഒരവസ്ഥയും ഒപ്പം തന്നെ കോമ്പീറ്റ് ചെയ്യാനുള്ളൊരവസ്ഥയും ഉണ്ടാകും. എവിടെ കോമ്പറ്റീഷൻ ഉണ്ടോ അവിടെ ശാന്തി ഉണ്ടാവില്ല. എവിടെ കോമ്പീറ്റ് ചെയ്യുന്നു, നമ്മളൊരാളെ മത്സരിക്കുകയാണ്, ഒരാളോട് മത്സരിച്ചാൽ നമുക്ക് എവിടെയാണ് ശാന്തി കിട്ടുന്നത്? ശാന്തി നമുക്കുണ്ടാവില്ല. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കേൾക്കുന്നവർ അവർ ശാന്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് എടുക്കേണ്ട കാര്യമുള്ളൂ. ആളുകൾ എന്നോട് പറയാറുണ്ട്, വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചു. നമ്മളിപ്പോൾ ഈ വിജയിക്കാൻ വേണ്ടി ശ്രമം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വിജയിക്കണമെന്നുണ്ടോ? നമ്മൾ പല ഉദാഹരണങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അയാൾ വിജയിച്ചതിന് കാരണം ഇതാണ്, ഞാൻ അതുപോലെ തന്നെ പ്രവർത്തിച്ചത് കൊണ്ട് ഞാൻ വിജയിക്കണമെന്നൊന്നുമില്ല. 100% അത് പറയാനൊന്നും പറ്റില്ല. ഞാൻ ചിലപ്പോൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം, പക്ഷെ ഞാൻ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ബാഹ്യമായ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, വലിയ പരിശ്രമമേ ഇല്ല, പക്ഷെ എനിക്ക് വലിയ വലിയ ഭാഗ്യങ്ങൾ എന്നെ തേടി വന്നിട്ടുണ്ടാകാം. പ്രകൃതിയുടെ രഹസ്യം ഒരാളുടെ കയ്യിലല്ല. നിങ്ങൾ ഇന്ന വഴിയിലൂടെ പോയാൽ, നിങ്ങൾ ഇന്ന രീതിയിൽ ജീവിച്ചാൽ, നിങ്ങൾ ഇന്നതുപോലെ ആയാൽ നിങ്ങൾക്കെല്ലാം കിട്ടുമെന്നൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ആളുകൾ ആ വഴി സ്വീകരിക്കില്ലേ? നമുക്ക് മുഴുവനായത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം എന്തിലാണോ നമുക്കുള്ളതിൽ, നമുക്കുള്ള ആ എന്തും അതിനെ പരിപൂർണമായും അതിന് വാല്യൂ, അതിൻ്റെ വില ശരിക്കും മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ, പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരാളെ ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, മറ്റൊരാളെ ശ്രദ്ധിക്കുകയും അയാളെ പോലെയാവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കുള്ളതിനെക്കുറിച്ച് നമുക്ക് വിലയില്ലാതെ പോകുന്നത്. നമ്മൾ ചരിത്രത്തിൻ്റെ പല കഥകളുമുണ്ട്. ഒരു ചെറിയ കാര്യം, അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം ഒരുപാട് ഭൂമിയും എല്ലാം നേടിയിട്ടും അലക്സാണ്ടർ ചക്രവർത്തിക്ക് ശാന്തി ഉണ്ടായിരുന്നില്ല, സമാധാനം ഉണ്ടായിരുന്നില്ല, എപ്പോഴും അസ്വസ്ഥതയിലാണ്. ഒരിക്കൽ അദ്ദേഹം ലോകം കണ്ടിട്ടുള്ള ഒരു മിസ്റ്റിക്കാണ് ഡയോജനീസ്. അദ്ദേഹം നഗ്നനായിരുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല, അദ്ദേഹം ആനന്ദത്തിലായിരുന്നു. ഒരിക്കൽ ഇരുവരും കണ്ടുമുട്ടിയതായി ഒരു കഥ പറയുന്നുണ്ട്, ഒരു സംഭവത്തെക്കുറിച്ച് എഴുതിയതായി ഞാൻ വായിച്ചു. അപ്പോൾ ഈ ഡയോജനീസിനോട് അലക്സാണ്ടർ ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ ബാഹ്യമായ എല്ലാമുണ്ട്, പക്ഷേ നിൻ്റെ കയ്യിലുള്ള ഈ ആനന്ദം, നീ പൊട്ടിച്ചിരിക്കുന്നത് പോലെ, നീ ആനന്ദിക്കുന്നത് പോലെ എനിക്ക് ആനന്ദിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഡയോജനീസ് പറയുന്നത് മറ്റൊന്നുമല്ല, നിനക്കും ഈ സമയം, ഈ നിമിഷം അത് സാധിക്കും. എങ്ങനെയാണെങ്കിൽ നിനക്കുള്ളത് നീ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങൾ പിടിച്ചടക്കുമ്പോഴും നീ അതിനപ്പുറത്തുള്ള രാജ്യം വേണമെന്നുള്ള മോഹവുമായി നടക്കുകയാണ്. എനിക്ക് യാതൊരാഗ്രഹവുമില്ല, ഞാൻ പരിപൂർണ ശാന്തനാണ്. ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് ഉള്ളതിൽ പരിപൂർണമായി ആർക്കാണോ അതിന് വില കൽപ്പിച്ചിട്ടുള്ളത്, അതിൽ ആരാണോ തൃപ്തനായിരിക്കുന്നത്, അയാൾ തീർച്ചയായും ആനന്ദത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ നിമിഷം മുതൽ നമുക്കുള്ളത് എന്താണോ അതിൽ പരിപൂർണമായി അതിന് വില കാണുകയും, നമുക്ക് പലതും ഉണ്ട്, നമ്മളത് മനസ്സിലാക്കും. നമ്മുടെ ശരീരത്തെ തന്നെ നമ്മൾ എടുത്താൽ, നമ്മളൊരു രോഗം വന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ വിലയൊക്കെ നമുക്കൊന്ന് കണക്ക് കൂട്ടാൻ പറ്റുമോ? നമ്മുടെ ഓരോ അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ അത് വാങ്ങാൻ വേണ്ടി നമ്മൾ ചെന്നാൽ ലക്ഷങ്ങളും കോടികളുമാണ്. അപ്പം നമുക്കുള്ള ആ ഉള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ഒപ്പം തന്നെ എപ്പോഴും വിജയിക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തൂ. ഈ നിമിഷം മുതൽ നമ്മുടെ കർമ്മങ്ങൾ എന്താണോ ഞാൻ ചെയ്യേണ്ടത് അത് മനോഹരമായി ചെയ്യുക, പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക, അതിൻ്റെ ഫലം വരട്ടെ, അതിനെക്കുറിച്ച് ആകുലനാകാതിരിക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക.
ഇവിടെയായിരിക്കുക, നാളെയിലാകാതിരിക്കുക. ഞാനിവിടെ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് ഞാൻ ഇവിടെ അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുക? അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞു, ഞാനൊരു സ്ഥലത്തിരിക്കുകയാണ്, ഞാൻ ആ നിമിഷത്തിൽ ആ ഒരു പ്രസൻസിൽ, ആ വർത്തമാനകാലത്തിൽ ഞാൻ നിലകൊണ്ട് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ഈ പറയുന്ന അശാന്തിയെ കൂട്ടുപിടിക്കേണ്ടി വരികയില്ല. സാധാരണ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മൾ ഏതവസ്ഥയിലിരിക്കുന്നുവോ അവിടെ ഇരുന്നു കൊണ്ട് ഒരു ഇമാജിനേഷനാണ്. നമ്മൾ ചിന്തിക്കുകയാണ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച്. ഇത് രണ്ടിൻ്റെയും ഇടയിൽ കിടന്ന് നമ്മൾ ഞെരുങ്ങുകയാണ് ശരിക്കും. നമ്മളതെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ മനസ്സിനെ ഫ്രീ ആയി വിട്ട് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മളിവിടെ അധിക നാളില്ല. ഇവിടെ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ നമ്മൾ സമ്പാദിച്ചാലും നമ്മൾ എത്ര വലിയ ഉയരത്തിലെത്തിയാലും നമ്മളുടെ ഈ ശരീരം നശിക്കും. നമ്മൾ ഇന്ന് നമുക്ക് ഏറ്റവും വിലപിടിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു വച്ചിട്ടുള്ളത് എന്തെല്ലാമാണോ, ബന്ധങ്ങളാകട്ടെ, വസ്തുവകകളാകട്ടെ, എന്തുമാകട്ടെ, അതിൽ നിന്നും ഒരു കടലാസ് തുണ്ടുപോലും, ഒരു മണൽത്തരി പോലും നമുക്കെടുക്കാൻ സാധിക്കില്ല. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം. എനിക്കത് സാധിക്കില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് അറിയുകയും ഈ അമിതമായ ശ്രമങ്ങൾ ഉപേക്ഷിക്കുകയും യഥാർത്ഥത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ നീട്ടിവെക്കാതെ അലസതയില്ലാതെ ആ കർമ്മങ്ങളിൽ വ്യാപരിക്കുകയും അതിൻ്റെ ഫലത്തെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കാതെയും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആനന്ദം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കും. എൻ്റെ വാക്കുകൾ ഞാൻ ഊന്നൽ കൊടുക്കുന്നത് മുഴുവൻ ഉള്ളിലേക്കാണ്, പുറത്തെ കാര്യങ്ങൾക്കല്ല. എൻ്റെ ഊന്നൽ മുഴുവൻ ഉള്ളിലേക്കാണ്. സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, ശാന്തിക്ക് വേണ്ടിയിട്ടാണ്, ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കെല്ലാമുണ്ട്. നിങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ എന്താ കാര്യം? സുഖമായി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, സുഖമായി ചിരിക്കാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ ആനന്ദത്തിലാണ്. പിന്നെന്താ നമുക്ക് പിന്നെ എന്താ പ്രശ്നം? എന്നെ ശ്രവിക്കുന്ന ഓരോ എൻ്റെ സുഹൃത്തുക്കളും ഇത് ഉൾക്കൊള്ളണമെന്ന അപേക്ഷയും എനിക്കുണ്ട്. സ്നേഹത്തോടെ.